JNU വിഷയത്തിൽ 6 ഇടതു പാർട്ടികൾ സംയുക്തമായി രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. ദില്ലിയിൽ ചേർന്ന 6 ഇടതു പാർട്ടികളുടെ യോഗത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ പ്രതിഷേധ പരിപാടികൾ നടത്താനും തീരുമാനിച്ചു. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയുള്ള രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് ഇടതു പാർട്ടികൾ ആഹ്വാനം ചെയ്തത്. ഫെബ്രുവരി 23 മുതൽ 25 വരെയാണ് അഖിലേന്ത്യാ പ്രക്ഷോഭം. CPIM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക്, CPI, ML, SUCIC പാർട്ടികൾ സംയുക്തമായാണ് പ്രക്ഷോഭം നടത്തുന്നത്. ദില്ലിയിൽ AKG ഭവനിൽ ചേർന്ന യോഗത്തിനു ശേഷമാണ് തീരുമാനം. JNUവിനെ RSS കേന്ദ്രമാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ ഇടതു പാർട്ടികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. 23rd, 24th and 25th. These campaigns will be conducted in all the states amongst the Indian people. The left parties have appealed to all progressive democratic secular forces to join these protest actions against the wild charges that are being leveled by the RSS BJP. ഇല്ലാത്ത തെളിവുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കന്നയ്യ കുമാറിനെ വിട്ടയക്കണമെന്ന് ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടു. ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ പരിധി വിട്ടുള്ള സംഘർഷം നടത്തിയ അഭിഭാഷകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇടതു പാർട്ടികൾ സംയുക്തമായി ആവശ്യപ്പെട്ടു. JNU വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ദേശീയ തലത്തിലെ ഇടതു പാർട്ടികൾ ഇന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായി കൂടിക്കാഴ്ച നടത്തും. RJD, JDU, NCP പാർട്ടി നേതാക്കളും രാഷ്ട്രപതിയുടെ ഇടപെടൽ ആവശ്യപ്പെടും. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കനയ്യ കുമാറിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. കീഴ്ക്കോടതികളുടെ പരിഗണനയിലുള്ള കേസിൽ സുപ്രീം കോടതി ഇടപെടുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കനയ്യയോട് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകാനും ജസ്റ്റിസ് ചെലമേശ്വരന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നിർദ്ദേശിച്ചു. കനയ്യയുടെ അഭിഭാഷകർക്ക് കോടതിയിൽ ഹാജരാകാൻ വേണ്ടത്ര സുരക്ഷ നൽകാനും കേന്ദ്ര സർക്കാരിന് ഉത്തരവ് നൽകി. കനയ്യയുടെ അഭിഭാഷകർ ദില്ലി ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചു. അതേസമയം പട്യാല കോടതിയിൽ ആക്രമണം നടത്തിയ BJP അഭിഭാഷകർ ദില്ലിയിൽ പ്രകടനം നടത്തി. കീഴ്ക്കോടതികളിൽ സുരക്ഷയില്ലാത്തതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്നറിയിച്ചാണ് കനയ്യയുടെ അഭിഭാഷക ജാമ്യ ഹർജിയിൽ വാദം ആരംഭിച്ചത്. പട്യാല കോടതിയിൽ നടന്നത് പ്രത്യേക സാഹചര്യം മാത്രമല്ല, ജീവന് നേരെയുള്ള ആക്രമണമായിരുന്നുവെന്ന് കനയ്യയുടെ അഭിഭാഷക ബൃന്ദ ഗ്രോവർ അറിയിച്ചു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു. കീഴ്ക്കോടതിയിൽ സുരക്ഷയില്ല എന്നത് ജാമ്യത്തിനുള്ള കാരണമല്ലെന്ന് ദില്ലി പോലീസ് വാദിച്ചു. സുപ്രീം കോടതി കനയ്യയ്ക്ക് ജാമ്യം അനുവദിച്ചാൽ അത് തെറ്റായ സന്ദേശം രാജ്യത്തിന് നൽകുമെന്നും കേന്ദ്ര സർക്കാരും അറിയിച്ചു. കനയ്യ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചാൽ ആവശ്യമായ സുരക്ഷ നൽകാൻ തയ്യാറാണ്. കനയ്യയുടെ അഭിഭാഷകർക്ക് കോടതിയിലെത്താനും വാദം നടത്താനുമുള്ള സുരക്ഷയൊരുക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അതേസമയം കഴിഞ്ഞ തവണ സുപ്രീം കോടതി നൽകിയ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് BJP അനുകൂല അഭിഭാഷകർ അക്രമം നടത്തിയെന്ന കനയ്യയുടെ അഭിഭാഷക വാദിച്ചെങ്കിലും ജസ്റ്റിസ് ചെലമേശ്വരന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അത് അംഗീകരിച്ചില്ല. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് കനയ്യ ദില്ലി ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകി. പട്യാല ആക്രമണത്തെ തുടർന്ന് സുപ്രീം കോടതി നേരത്തെ നിയോഗിച്ച 5 അംഗ കമ്മീഷൻ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് രേഖാമൂലം നൽകി. ഇത് പരസ്യമാക്കണമെന്ന് കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടെങ്കിലും അക്കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. പട്യാല കോടതിയിൽ ആക്രമണം നടത്തിയ അഭിഭാഷകർക്ക് പോലീസ് സമൻസ് അയച്ചതിനെതിരെ BJP അഭിഭാഷകർ ദില്ലിയിൽ പ്രകടനം നടത്തി. പട്യാല കോടതിയിൽ നിന്നും ഇന്ത്യ ഗേറ്റിലേക്കായിരുന്നു പ്രകടനം. ആക്രമണം നടത്തിയ അഭിഭാഷകർ നേതൃത്വം നൽകി. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വായ്മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടന്നത്. KUWJ ജില്ലാ പ്രസിഡന്റ് PT റഹീം, സെക്രട്ടറി BS പ്രസന്നൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. SAR ഗിലാനിയുടെ ജാമ്യാപേക്ഷ പട്യാല ഹൗസ് കോടതി തള്ളി. ഗിലാനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങിനിടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് ഗിലാനിക്കെതിരായ കേസ്. കൊച്ചി സ്മാർട്ട് സിറ്റി ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമാണ് ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ച ശേഷം അവഗണിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയെ സംസ്ഥാനത്തിന്റെ താൽപ്പര്യത്തിനനുസരിച്ച് യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരാണ്. അതേസമയം വിഭാവനം ചെയ്ത രീതിയിൽ നിന്ന് മാറി സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ആരോപിച്ച് ഉദ്ഘാടനത്തിൽ നിന്ന് CPIM വിട്ടുനിൽക്കുമെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ് വ്യക്തമാക്കി. 2004 മുതലാണ് കേരളം സ്മാർട്ട് സിറ്റി എന്ന IT ടൗൺഷിപ്പിനെ പറ്റി കേട്ടു തുടങ്ങുന്നത്. 2004-ൽ UDF സർക്കാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും പലവിധ നൂലാമാലകൾ പറഞ്ഞ UDF സർക്കാർ തന്നെ പദ്ധതിയിൽ നിന്നും പിന്നോട്ടും പോയി.
തുടർന്ന് വന്ന LDF സർക്കാരാണ് സ്മാർട്ട് സിറ്റിയെ സംസ്ഥാന താൽപ്പര്യമനുസരിച്ച് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടത്. 1012 കോടി രൂപ മതിപ്പ് വില ഉണ്ടായിരുന്ന ഇൻഫോ പാർക്ക് വെറും 80 കോടി രൂപയ്ക്ക് സ്മാർട്ട് സിറ്റിക്ക് വിൽക്കാൻ UDF സർക്കാർ ഉണ്ടാക്കിയ കരാറടക്കം LDF പൊളിച്ചെഴുതി. തുടക്കം കുറിച്ച് 12 വർഷത്തിനു ശേഷമാണ് സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ 400 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. സ്മാർട്ട് സിറ്റി കൊച്ചി വൈസ് ചെയർമാൻ ജൈബർ ബിൻ ഹഫീസ്. Our doors are open for any opportunity, for any specific stage they will come and discuss with us. UDF സർക്കാർ പറഞ്ഞ ജോലി സാധ്യത 50,000-ൽ നിന്ന് 90,000 ആക്കി LDF സർക്കാർ ഉയർത്തിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ജോലി ലഭിക്കുക 5,500 പേർക്ക് മാത്രവും. പ്രദേശത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അടിസ്ഥാന സൗകര്യം നൽകൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ശേഷിക്കുന്നുമുണ്ട്. സ്മാർട്ട് സിറ്റി വിഭാവനം ചെയ്ത രീതിയിൽ സജ്ജമാക്കാതെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള UDFന്റെ ഉദ്ഘാടന മാമാക്കത്തിൽ നിന്ന് CPM വിട്ടുനിൽക്കുമെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊരു ഉദ്ഘാടന തട്ടിപ്പാണ്. ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ K. ബാബുവിനെയും ബഹിഷ്കരിക്കുക എന്ന സമരം കൂടി കേരളത്തിലാകെ സ്വീകരിച്ചിട്ടുണ്ട്. അഴിമതി വീരന്മാരായി ഇവർ നടത്തുന്ന ഈ ഉദ്ഘാടന തട്ടിപ്പിന് കൂടി തുറന്നു കാണിക്കുക എന്നൊരു സമീപനമാണ് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചിട്ടുള്ളത്. 2020 സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 3ാം ഘട്ടവും പൂർത്തിയാകുമെന്ന് സ്മാർട്ട് സിറ്റി CEO ബാജു ജോർജ് പറഞ്ഞു. 3 ഘട്ടവും പൂർത്തിയാകുമ്പോൾ 246 ഏക്കറിൽ 140 ലക്ഷം ചതുരശ്ര അടിയിൽ കെട്ടിടങ്ങൾ ഉയരും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. നിയമസഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ പൊട്ടിത്തെറി. ജോസഫ് വിഭാഗത്തിന് 2 സീറ്റ് മാത്രമേ അനുവദിക്കൂ എന്ന KM മാണിയുടെ നിലപാടാണ് പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. മാണിയുടെ കടുംപിടുത്തം അംഗീകരിക്കേണ്ടതില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പിലെ പ്രബല വിഭാഗത്തിന്റെ നിലപാട്. ബാർക്കോഴ കേസിൽ KM മാണി രാജിവെച്ചതോടെയാണ് ഇരുവിഭാഗവും തമ്മിൽ അകൽച്ച കൂടിയത്. മാണിക്കൊപ്പം PJ ജോസഫും മന്ത്രിസ്ഥാനം ഒഴിയണമെന്ന നിലപാട് ജോസഫ് ഗ്രൂപ്പ് അംഗീകരിക്കാതിരുന്നതാണ് അകൽച്ചയ്ക്ക് ഇടയാക്കിയത്. മുതിർന്ന നേതാക്കളായ PJ ജോസഫിനും TU കുരുവിളയ്ക്കും മാത്രം സീറ്റ് നൽകിയാൽ മതിയെന്ന തീരുമാനമാണ് KM മാണി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ മത്സരിച്ച കടുത്തുരുത്തിക്ക് പകരം ഏറ്റുമാനൂർ സീറ്റാണ് നൽകുകയെന്നും സൂചനയുണ്ട്. കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് ഇതിൽ കടുത്ത അസംതൃപ്തിയിലാണ്. മാണിയുടെ നിലപാട് അംഗീകരിച്ച് മുന്നോട്ടു പോയാൽ ഫ്രാൻസിസ് ജോർജ്, KC ജോസഫ്, ആന്റണി രാജു തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്ക് മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കേണ്ടിയും വരും. ഇത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പിന് ലഭിച്ച 15 സീറ്റുകളിൽ 4 ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചത്. തൊടുപുഴ, കോതമംഗലം, കടുത്തുരുത്തി, കുട്ടനാട് എന്നീ സീറ്റുകളായിരുന്നു അത്. അതിൽ കുട്ടനാട് മാത്രമാണ് അവർക്ക് നഷ്ടമായിരുന്നത്. ഇത്തവണ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ഉയർത്തുന്നതിനിടയിലാണ് മാണിയുടെ കടുംപിടുത്തം. മാണി നിലപാട് മാറ്റിയില്ലെങ്കിൽ ശക്തമായ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ജോസഫ് ഗ്രൂപ്പിലെ പ്രബല വിഭാഗത്തിന്റെ കാഴ്ചപ്പാട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസിലെ സീറ്റ് തർക്കത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പിതൃശൂന്യമാണെന്ന് KM മാണി. കേരള കോൺഗ്രസ് ഇപ്പോൾ UDF വിടേണ്ട സാഹചര്യമില്ലെന്നും മാണി പറഞ്ഞു. BJP സ്വാഗതം ചെയ്തത് കേരള കോൺഗ്രസിന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതിന്റെ ഉദാഹരണമാണെന്നും മാണി അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥികൾ, മത്സരിക്കാൻ പോകുന്ന നിയോജക മണ്ഡലം, കേരള കോൺഗ്രസിനകത്ത് അഭിപ്രായ ഭിന്നത, ചില ആളെ മാറ്റി നിർത്തുന്നു, ഇതൊക്കെ വെറും വെറും ഭാവന സൃഷ്ടിയാണ്. കേരള കോൺഗ്രസ് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് പോകുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിനകത്ത് ആശയക്കുഴപ്പമുണ്ടാകാൻ വേണ്ടി മനഃപൂർവ്വം അധാർമികമായി സൃഷ്ടിക്കുന്ന വ്യാജ പ്രസ്താവനയാണ്. മാണി ഗ്രൂപ്പിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. PJ ജോസഫ് രാജിവെച്ച് പുറത്തുവരട്ടെ എന്നും കോടിയേരി പറഞ്ഞു. ഇതൊരു മുങ്ങിത്താവുന്ന കപ്പലാണെന്ന് മനസ്സിലായപ്പോൾ ആ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് ചാടി രക്ഷപ്പെടാം എന്നതുകൊണ്ടാണ് ഓരോ ഘടകകക്ഷികളും അതിനകത്തുള്ള ആളുകളും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാണി കേരള കോൺഗ്രസിലും കലാപം ആരംഭിച്ചിട്ടുള്ളത്. ആ കലാപം ഏത് രൂപത്തിലാണ് വടന്നു വരാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് നിലപാടെടുക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് വരുന്നതിന് മുമ്പേ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് അപക്വമായിരിക്കും. അതുകൊണ്ട് സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ, അവരുടെ നിലപാടെടുക്കട്ടെ. നിലപാടെടുക്കാനൊരു അവസരം നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ പല മാറ്റങ്ങളും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലുണ്ടാവും. സരിതയുടെ സഹായിയും എബ്രഹാം കലമണ്ണിലും തമ്മിലുള്ള സംഭാഷണത്തിന്റെ 2ാം ഭാഗം പീപ്പിൾ TV പുറത്തുവിട്ടു. മുഖ്യമന്ത്രിക്കെതിരായ തെളിവുണ്ടെങ്കിൽ നശിപ്പിക്കണമെന്ന് എബ്രഹാം കലമണ്ണിൽ ബിനുവിനോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കായി താൻ ഇടനില നിൽക്കാമെന്ന് കലമണ്ണിൽ സംഭാഷണത്തിൽ സരിതയുടെ സഹായിയോട് പറയുന്നുണ്ട്. എന്താണ് സാർ പറഞ്ഞാൽ മതി. എൻ്റെ സാർ പറഞ്ഞു സാറോട് സംസാരിക്കാൻ എന്താ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അല്ലല്ല, ഞാനല്ല പറയുന്നത്, ഞാൻ നമ്മുടെ പുള്ളിക്കാരുമായിട്ട് സംസാരിക്കണം. എങ്ങനെയാണ് ഈ കാര്യം നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റുമോ?
പ്രചരിപ്പിക്കുമോ അതോ നമ്മൾ അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് അത് എന്താണ് നമ്മള് പറഞ്ഞില്ല മറ്റേ ഞാനിപ്പോ നാളെ മറ്റേ കക്ഷികൾ കണ്ടിട്ട് ഞാനൊന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞപ്പം അവരാരാണ്ട് ചികിത്സിച്ചതാണ് ആരാണ്ടൊക്കെ പറഞ്ഞ പിടിച്ചില്ലയോ ആവശ്യത്തില്ലയോ ഓടിപ്പിച്ചോ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും അറിയുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിളിക്കില്ല മനസ്സിലായി. അപ്പൊ അത് അവിടെ ഇവിടെ എല്ലാം കൂടെ കുറവാക്കി ഒന്നും നടക്കുന്നില്ല. ഒരാളുടെ കാര്യം പറയുന്നു ആ ആൾ ചെയ്യുന്നല്ലോ ആ ഒരു അന്നുള്ള എന്നോട് ഞാൻ ഇതിനകത്ത് കാണുന്നത് അറിയണ്ട. പറ്റി ഞാനത് ഒരു കാര്യം ഏറ്റാൽ അത് ഒന്നും കിട്ടിച്ചു തരാം. പക്ഷെ അത് എന്താണ് എങ്ങനെയാണ് കാര്യം ഇപ്പൊ ഇത്രയും ഞങ്ങൾക്ക് അവർ പറയുന്നു. പക്ഷെ ചിലപ്പോ ഉണ്ടാകും ചിലപ്പോ ഉണ്ടാകുകയും എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് ഏതാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഏത് രീതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ മതി, നമുക്കത് ആലോചിക്കാം. അല്ലാതെ അതല്ല നമുക്ക് എന്തെങ്കിലും കുഴച്ചിൽ വരുത്താനുള്ള കാര്യം നമ്മുടെ ഉണ്ടോ? അതാവണം. കുഴച്ചിൽ വരുത്താൻ കയ്യിലുണ്ട് കുഴയ്ക്കാമെന്ന് പറഞ്ഞതല്ല നമുക്കവിടെ പറയാൻ പറ്റുള്ളൂ. ഏതാ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ പറയാതെ ഏതാ കുഴച്ചിൽ വരുന്ന കാര്യങ്ങളുണ്ട് സാറേ. അതപ്പ ഞാനത് അത് രേഖാമൂലം അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ് ഞാൻ പറയുന്ന പോലാണ് കാര്യം. അപ്പൊ അവര് മനസ്സിലാവല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് കാര്യം, എങ്ങനെ അത് കുഴച്ച് മാറ്റുന്നത്? ആരും അത് മുന്നിൽ ഇറങ്ങി തരുക എങ്ങനെ ചെയ്യാം. മുഖ്യമന്ത്രിക്ക് വേണ്ടി തെളിവുകൾ നശിപ്പിക്കാൻ സരിതയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് എബ്രഹാം കലമണ്ണിൽ. സരിതയെ തനിക്ക് അറിയില്ലെന്നും കലമണ്ണിൽ സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. ബിനുകുമാറുമായി സംസാരിച്ചുവെന്നത് സത്യമാണെന്നും അത് സോളാർ കേസുമായി ബന്ധപ്പെട്ടായിരുന്നില്ലെന്നും എബ്രഹാം കലമണ്ണിൽ മൊഴി നൽകി.